എല്ലാവർക്കും DS കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. എന്നാൽ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ റെസിപ്പിയിലേക്ക് പോകാം. ഫിഷ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 3/4 കിലോ അയക്കൂറയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കത് മാരിനേറ്റ് ചെയ്യണം. അതിനു വേണ്ടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അത് പേസ്റ്റാക്കി എടുക്കണം. ഇതിലേക്കാണ് നമ്മൾ മീൻ പുരട്ടി വെക്കുന്നത്. മസാലയെല്ലാം നല്ലോണം പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂറിന് ശേഷം നമ്മൾ അടുപ്പത്തൊരു പാൻ വെച്ച് അതിൽ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് മീനിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു ഭാഗം ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അധികം മുരിഞ്ഞു പോവാതെ നോക്കണം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി. ജസ്റ്റ് ഈ ഭാഗം ഒന്ന് ആയാൽ മതി. അതായതിനു ശേഷം നമുക്ക് മീൻ മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാം. മീൻ ഫ്രൈ ചെയ്ത് ബാക്കിയുള്ള ഓയിൽ നമുക്ക് മസാലയ്ക്ക് വേണ്ടി എടുത്താൽ മതി. ഇനി മസാലയ്ക്ക് വേണ്ടി നമ്മൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം പേസ്റ്റാക്കി എടുക്കണം. അതിനുവേണ്ടി പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്ക് കുറച്ച് പുതിനയും മല്ലിയിലയും സജീരകവും കൂടിയാണ് ഇട്ട് നമ്മൾ ഒതുക്കിയെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ ഇത് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുത്ത ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂണോളം നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് നല്ലതുപോലെ മുരിഞ്ഞു വരട്ടെ. ഇനി അതിലേക്ക് 3 ചെറിയ സവാളയാണ് നൈസായിട്ട് അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് നന്നായി വഴന്നു വരട്ടെ. മൂടി വെച്ച് തന്നെ നമുക്കിത് വഴറ്റിയെടുക്കാം. ഒരു പകുതി വഴന്നു വന്നതിന് ശേഷം നമ്മളിതിലേക്ക് പച്ചമുളകിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. നമ്മളെല്ലാം ഒതുക്കി വെച്ച മിക്സാണിത്. ഇതും കൂടി ഒന്ന് വഴന്നു വരട്ടെ. രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് വഴന്നു വന്നതിന് ശേഷം അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂണോളം ഗരം മസാലയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. എല്ലാം കൂടി ഒന്ന് സെറ്റായി വരട്ടെ. എല്ലാം കൂടി ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 വലിയ തക്കാളിയാണ് ചെറുതായി മുറിച്ചിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് വഴന്നു വരട്ടെ. ഇതിപ്പം പകുതി ഭാഗം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 കഷ്ണം മീന് മാറ്റി വെച്ചിട്ട് ഉണ്ടായിന്. അപ്പോൾ അത് ചെറുതായിട്ട് പൊടിച്ചെടുക്കണം. അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ മസാലക്ക് നല്ല മീനിൻ്റെ ടേസ്റ്റ് വരാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്ത് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മൂടി വെച്ച് ഇതൊന്നെല്ലാം കൂടി ഒന്ന് സെറ്റാക്കി എടുക്കണം.
എല്ലാം കൂടി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ടുന്ന ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നെയ്യിൽ വറുത്ത സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ മസാല റെഡിയാക്കുമ്പോൾ പച്ചമുളകിൻ്റെ കൂടെ പുതിനയും മല്ലിയെല്ലാം ഇട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഇതാ അത് കൂടാതെയാണ് നമ്മൾ കുറച്ച് മല്ലിയിലയും പുതിനയിലും കൂടി ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് മൂടി വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സാക്കി എടുക്കണം. മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മീൻ ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്ത മീൻ വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ചൊന്ന് സെറ്റായി വരട്ടെ. അപ്പോൾ നമ്മൾ മസാലയെല്ലാം ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ മാറ്റി വെക്കാം. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കാം. റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയെല്ലാം വാട്ടിയെടുത്ത എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായി വരണം. അതിലേക്ക് നമ്മൾ സ്പൈസസ് ഇട്ട് കൊടുക്കണം. കറുവപ്പട്ടയുടെ ഇലയും പട്ട, ഗ്രാമ്പു, ഏലക്കായ, കുറച്ച് പെരിഞ്ജീരകം ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ നല്ലതുപോലെ കഴുകി മാറ്റി വെച്ച കൈമ റൈസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇതിൽ റോസ്റ്റ് ചെയ്തെടുക്കണം. റോസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് എന്ന കണക്കിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇളക്കി കൊടുത്ത് ഒന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. നമ്മൾ നല്ലതുപോലെ തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീരും കുറച്ച് പുതിനയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഹൈ ഫ്ലെയിമിൽ തിളച്ച് വന്നതിന് ശേഷം ലോ ഫ്ലെയിമാക്കി വേവിച്ചെടുക്കണം. ഇനിയിപ്പോൾ ഇതാ അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല തിള വന്നതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമാക്കി വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളെ ചോറെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബിരിയാണി സെറ്റാക്കി എടുക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ച മസാലയിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കണം. അതിൻ്റെ മേലേക്ക് നമ്മൾ സവാള വറുത്ത് വെച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ മേലെ നമ്മൾ വേവിച്ച് വെച്ച റൈസാണ് ഇട്ട് കൊടുക്കുന്നത്. റൈസ് ഇട്ട് കൊടുത്തിട്ട് അതിന് ശേഷം നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത പോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാള റോസ്റ്റ് ചെയ്തതും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം. ഈ സമയത്ത് കുറച്ച് ഗരം മസാല പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ കുറച്ച് ബാക്കി റൈസും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ മേലത്തെ ലെയറും കൂടി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ മൂടി വെച്ച്
അതിലേക്ക് ദമ്മിട്ട് കൊടുക്കാം. ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് ഇതിൻ്റെ മേലെ വെച്ച് കൊടുത്താലും മതി. അപ്പോൾ ഇതാ നമ്മളെ ബിരിയാണിയെല്ലാം ദമ്മായി വന്നിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വിളമ്പിയെടുക്കാം. അപ്പം മേലെ റൈസ് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്താലും മതി. പക്ഷെ ഞാനിത് കുറച്ച് റൈസ് ആയതുകൊണ്ട് ഇതിൽ തന്നെ ഇങ്ങനെ ചെയ്തെടുക്കുക ചെയ്യുന്നത്. റൈസ് മാറ്റി വെക്കുമ്പോൾ നമ്മൾ മീൻ പൊടിഞ്ഞു പോകാതെ കിട്ടും. മീൻ പൊട്ടിപ്പോകാതെ നോക്കണം. അപ്പോൾ ഇതാ നമ്മളെ ബിരിയാണിയെല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്തെടുത്തോളൂ. അധികം മസാലയൊന്നും ഇല്ലാതെയാണ് ഉണ്ടാക്കിയ ബിരിയാണിയാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തോളൂ കേട്ടോ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.